السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. صدق الله العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: يحشر الناس يوم القيامة عراة حفاة غرلا. وقال الله عز وجل: أنا الملك الديان، إلى آخر الحديث. صدق رسول الله صلى الله عليه وسلم. أيها الحفل المبارك، نفتخر ونعز ونعتز بهذه المناسبة المباركة التي يبحث فيها عن حجية سنة الرسول صلى الله عليه وسلم في الشريعة الإسلامية. وإنه لا شك أن الحبيب سيدنا محمدا صلى الله عليه وسلم هو الشخصية العظمى للبشرية، ولا يدخل أي إنسان إلا إذا اعتقد أن محمدا صلى الله عليه وسلم هو العبد والرسول والوسيلة العظمى بين الله وبين العباد. ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ദാറുൽ ഹദീസ് എന്ന വലിയ ഒരു കുടക്കീഴിൽ നടക്കുന്ന പ്രൗഢമായ ഈ സെമിനാർ, ഇത് പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വേദിയായി ഇതിന്റെ സംഘാടകർ വളരെ ആവേശപൂർവം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. പഠനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തപസ്യയായി അവൻ കാണണം. അല്ലമ
വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ നാമങ്ങളും എല്ലാ വസ്തുക്കളുടെയും പേരുകളും ആ വസ്തുക്കളുടെ ഉപയോഗങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആദ്യത്തെ മനുഷ്യനെ ഭൂമിയിൽ നിയോഗിക്കുകയും ആ പഠനം പൂർത്തിയാക്കിയ വലിയ ഒരു മനുഷ്യനെ മറ്റുള്ള എല്ലാവരും മലക്കുകളും ആദരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയുടെ തുടക്കം കുറിച്ചത് അറിവ് എന്ന ഏറ്റവും വലിയ പ്രക്രിയയിലൂടെയാണ്. പഠിക്കാതെ മനുഷ്യന് ലക്ഷ്യം നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. ഒന്നുകിൽ വിശദമായ പഠനത്തിന് ഓരോരുത്തരും തയ്യാറാവുക, അല്ലെങ്കിൽ വിശദമായി പഠിച്ച ആളുകളുമായി സഹവസിച്ചുകൊണ്ട് വിജയം നേടുക. ഇതല്ലാതെ മൂന്നാമത്തൊരു വഴിയില്ല. അദ്ദുനിയ കുല്ലുഹാ മൽഊനുൻ ഇല്ലാ ദിക്റല്ലാഹി വമൻ വാലാഹു ഔ ആലിമൻ ഔ മുതഅല്ലിമ. ഈ ഭൂമിയിൽ ശാപം തട്ടാത്ത ഘടകങ്ങൾ എണ്ണിയപ്പോൾ അറിവ് പഠിക്കുന്ന ആളുകളെയും പഠിച്ച ആളുകളെയും പ്രത്യേകമായി എണ്ണിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകിൽ വിശദമായ പഠനത്തിന് ഓരോരുത്തരും തയ്യാറാവുക, അല്ലെങ്കിൽ പഠിച്ചവരെ ഇഷ്ടപ്പെട്ട് അവരോടൊപ്പം ചേരുക. ഇതാണ് ഈ സെമിനാറിലൂടെ പഠിതാക്കൾക്കും സാധാരണക്കാർക്കും ഉള്ള ഒരു പ്രത്യേകമായ സന്ദേശം. ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം, അതിൻ്റെ ഒരു പാർട്ട് ഇവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തു. മറ്റൊരു പാർട്ട് ചർച്ചയ്ക്ക് വരികയാണ്. എന്താണ് അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യവർത്തിയായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനവും അംഗീകാരവും മലക്കുകളുടെ ആത്മീയ ശുദ്ധിയും മനുഷ്യരുടെ ഭൗതികമായ ശരീരഘടനയും ഉള്ള ഒരു വ്യക്തി ആയിട്ട് AD 571 അറേബ്യയിൽ മക്ക എന്ന് പറയുന്ന പ്രാചീന നഗരത്തിൽ ജനിച്ച ഒരു വലിയ മനുഷ്യൻ, നേതാവ്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുദൂതരെ ഏത് ആംഗിളിലാണ് കാണേണ്ടത്? ഒരു മനുഷ്യൻ എന്ന കേവല പരിഗണനയിൽ നോക്കിക്കാണുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഉൾക്കൊള്ളാൻ ബാധ്യത ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ആ നേതാവിന് നാം വകവെച്ചു കൊടുക്കണം. അതാണ് സുന്നത്തിന്റെ പ്രാമാണികതയായി നാം പരിചയപ്പെടുന്നത്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സൂറത്തുൽ അഹ്സാബിലെ ഈ വാക്യത്തിൽ ഒരു സാധാരണ മനുഷ്യനോട് പറയുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവല മനുഷ്യൻ അല്ല, സാധാരണ മനുഷ്യൻ അല്ല, പ്രത്യേക മനുഷ്യനാണ്. പ്രത്യേക മനുഷ്യനാണ് എന്ന് ഈ വാക്യത്തിലൂടെ പറയുന്നു. നമ്മളോട് ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. തിരുദൂതനോട് അല്ലാഹു പറയുന്നു, ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ
വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അങ്ങ് ഭദ്രദീപമാണ്, പ്രകാശം നൽകുന്ന ദീപസ്തംഭമാണ്. അങ്ങ് മാർഗദർശിയാണ്. അങ്ങ് എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ചെന്ന് അവരുടെ വിചാര വികാരങ്ങൾ ഉൾക്കൊണ്ട് അതിന് പരിഹാരം നൽകേണ്ട വ്യക്തിയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയിലെ അവസാന ഭാഗത്ത് ഈ വാക്യത്തിൽ പറയുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളുടെ പുത്രനായി ഒരു സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരിച്ചുപോയ വ്യക്തി അല്ല എന്നും, മറിച്ച് റസൂലുൻ വളരെ ബഹുമാനമുള്ള ഒരു മധ്യവർത്തിയാണ്. അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ഉള്ള ഒരു വലിയ പദവിയാണ് റസൂൽ എന്ന് പറയുന്ന പദവി. അസീസുൻ അലൈഹി മാ അനിത്തും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ ആ പ്രയാസങ്ങൾ അൺബിയറബിളായി, അത് സഹിക്കാൻ കഴിയാത്ത, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമയാണ്. അത് പരിഹരിച്ചിട്ടേ അടങ്ങൂ എന്ന നിലപാടിൽ ആണ് ആ നബി ഉള്ളത്. ഹരീസുൻ അലൈക്കും. ആ നേതാവ് ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വായിച്ച് അവർ ഏറ്റവും നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അസൂയയില്ല, പകയില്ല, വിദ്വേഷമില്ല. അങ്ങനെ വളരെ മഹത്വമുള്ള ഒരാളാണ് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മാത്രവുമല്ല, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, ഈമാനുള്ള ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ അല്ലാഹുവും അവന്റെ തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ മറ്റൊന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, അല്ലാഹു തീരുമാനമെടുത്താൽ മറ്റൊന്ന് തിരഞ്ഞെടുക്കാൻ മനുഷ്യന് അവകാശമില്ലാത്തതുപോലെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ മറ്റൊന്ന് ഓപ്റ്റ് ചെയ്യാനുള്ള അധികാരം മനുഷ്യന് ഇല്ല എന്ന് ഖുർആൻ പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഇതൊരു സാധാരണ ആൾ അല്ല. ബശറുൻ ലാ കൽ ബശരി, മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി, യാഖൂതത്തുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണെങ്കിലും സാധാരണ മനുഷ്യനെ പോലെയല്ല. യാഖൂതത്തുൻ ഹജറുൻ ലാ കൽ ഹജരി, മാണിക്യം കല്ലാണെങ്കിലും അത് സാധാരണ കല്ല് അല്ല. ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ആ തിരുദൂതരുടെ സ്ഥാനം എവിടെയാണ് നിലകൊള്ളുന്നത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിൽ വീണ്ടും പറയുന്നു, അല്ലാഹുവും അവന്റെ മലക്കുകളും ആ തിരുദൂതരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ
ആ തിരുദൂതരുടെ പേരിൽ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ നേതാവിന്റെ ഗുണങ്ങൾ പറയുവീൻ. സ്വല്ലു അലൈഹി, ആ നബിയുടെ മദ്ഹ് പറയുവീൻ. ആ നബിയെ നിങ്ങൾ പുകഴ്ത്തുവീൻ. പുകഴ്ത്തുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായി മാറണമെന്നതാണ് ഖുർആന്റെ നിലപാട്. അല്ലാഹുവിനെ വാഴ്ത്തണം, അമ്പിയാക്കന്മാരെ വാഴ്ത്തണം. ഒരാളെയും വീഴ്ത്തുകയല്ല, വാഴ്ത്തുകയാണ് ഖുർആന്റെ നിലപാട്. അങ്ങനെ വാഴ്ത്തുന്നവരിൽ അള്ളാഹുവിനെ വാഴ്ത്തുന്നത് പോലെ രണ്ടാമതൊരു മുഅ്മിനായ മനുഷ്യൻ വാഴ്ത്തേണ്ടത് തിരുദൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സല്ലു അലൈഹി, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, സല്ലു അലൈഹി, നിങ്ങൾ ആ തിരുദൂതരുടെ മദ്ഹ് പറയുവീൻ. മൗലിദ് മദ്ഹാണ്. ആ നബിയുടെ പേര് എപ്പോൾ പറയുന്നുവോ ആ പറയുന്ന സമയത്ത് പറയുന്നവനും കേൾക്കുന്ന സമയത്ത് കേൾക്കുന്നവനും സ്വലാത്തു ചൊല്ലണം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ആളല്ല. ആ വ്യക്തിയുടെ വാക്കുകൾ, ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ, ആ വ്യക്തിയുടെ അനുവാദങ്ങൾ, അഖ്വാലുഹു വഅഫ്ആലുഹു വതഖരീറാതുഹു, അവിടുത്തെ എല്ലാ വാക്കുകളും അത് അപ്രമാദിത്വം ഉള്ളതാകുന്നു. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് മൗനമായി അനുവദിക്കുന്ന കാര്യങ്ങളും മതത്തിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ട് തന്നെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകൾ അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ രണ്ടാമത്തെ പ്രമാണമാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്നതിന് തെളിവായിട്ട് ഖുർആൻ പറയുന്നത്. അതിന്റെ ഒരു തെളിവ് അല്ലാഹു തന്നെ. അത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. പിന്നെ അല്ലാഹുവിന്റെ ആസ്തിക്യത്തിനും തൗഹീദിനുമുള്ള തെളിവ് മലക്കുകളാണ്. ആ മലക്കുകളെയും നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. മൂന്നാമത് നമ്മുടെ മുൻപിൽ, നമ്മളെ കൺമുൻപിൽ ഉള്ള പ്രമാണം ഉലുൽ ഇൽമ്, ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവാണ് അൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക ലോകത്ത് ആ നേതാവിനെ കരിവാരിത്തേക്കാനും പരിഹസിക്കുവാനും ചില ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ യുക്തിവാദികൾ ഉണ്ട്, അതിൽ സിയോണിസ്റ്റുകൾ ഉണ്ട്, ഓറിയന്റലിസ്റ്റുകൾ ഉണ്ട്, ബിദ്അത്തുകാർ ഉണ്ട്. അങ്ങനെ പല കേന്ദ്രങ്ങൾ പലയിടങ്ങളിലായി തിരുദൂതരുടെ ചര്യകളെ പിച്ചിച്ചീന്തുകയും അതിനെ വളരെ മോശമായി കാണുകയും ചെയ്യുമ്പോൾ ആ നേതാവിനെ ഖുർആൻ എങ്ങനെ ബഹുമാനിച്ചുവോ അതുപോലെ ബഹുമാനിക്കുകയും ആ തിരുദൂതരുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ദാറുൽ ഹദീസ് സമൂഹത്തിന് മുൻപിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. 4 തവണ ഓപ്പറേഷൻ ചെയ്തു. ഖൽബ് അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖ് ഇന്ന ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം, ആ ഹൃദയം അത് ഓപ്പറേറ്റ് ചെയ്ത് അതിൽ ഉള്ള ന്യൂനതകൾ ഉണ്ടാകാൻ ഇടയുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം എടുത്തു മാറ്റി സംസം വെള്ളം കൊണ്ട് കഴുകി അതിനുശേഷമാണ് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആലയുടെ മുനാജാത്തിന് വേണ്ടി കൊണ്ടുപോയത്.
ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ഉറങ്ങാത്ത ഹൃദയമാണ്. ഖൽബ് ഉറങ്ങുന്നില്ല, കണ്ണുകൾ മാത്രമേ ഉറങ്ങുന്നുള്ളൂ. അതാണ് തിരുദൂതരുടെ പ്രത്യേകത. അങ്ങനെ ഉണർന്നിരിക്കുന്ന ഖൽബ് ഉള്ള ന്യൂനതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാം ഖൽബിൽ നിന്ന് എടുത്തുമാറ്റി വൃത്തിയാക്കിയ അങ്ങേയറ്റത്തെ പരിശുദ്ധിയുള്ള ഒരു വ്യക്തിയെ പ്രമാണമായി അള്ളാഹു ലോകത്തിനു മുൻപിൽ സമർപ്പിക്കുമ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രമാണമായി ആ തിരുദൂതർ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മെസ്സേജുമായി ഇവിടെ വരികയും ആ സന്ദേശം ഇവിടെ പ്രചരിപ്പിച്ച് ഇനി നിങ്ങൾ ആയിക്കോളൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല പോയത്. പിന്നെ തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. അടാ, ഞാൻ പോവുകയാണ്, ഇനി എന്നെ നോക്കണ്ട എന്നല്ല. ഒരു ഉദ്യോഗസ്ഥൻ കുറെ കാലം ഒരു വലിയ സ്ഥാനത്ത് ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് അയാൾ റിട്ടയർ ആയി പോകുന്ന സമയത്ത് അയാൾക്കൊരു യാത്രയപ്പ് കൊടുക്കും. ആ സമയത്ത് അദ്ദേഹം പറയും, ഞാൻ പോവുകയാണ്, ഇനി അയാളുടേതായി അവിടെ ഒന്നും ഇല്ല. ഇനി ഉള്ളത് മുൻപ് അദ്ദേഹം ഇവിടെ ഓഫീസർ ആയിരുന്നു എന്ന് പിന്നീട് വരുന്നവർ പറയുന്ന ഒരു വാക്കല്ലാതെ ഒന്നുമില്ല. എന്നാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ആയിരുന്നു എന്നല്ല. റിട്ടയർമെന്റ് കഴിഞ്ഞ ആളെ പറ്റി ആണ് എന്നല്ലല്ലോ, ആയിരുന്നു എന്നല്ലേ പറയാറുള്ളത്. മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റായി 3 കൊല്ലം സേവനം ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുക പ്രസിഡന്റ് ആയിരുന്നു എന്നാണ്, പ്രസിഡന്റ് ആണ് എന്നല്ല. എന്നാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് റൗള ഷരീഫിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഭൗതിക ലോകത്തു നിന്ന് മറഞ്ഞു. ആ മറഞ്ഞ സമയത്തു ഇപ്പോഴും ആ നേതാവിനെ പറ്റി നാം പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. ആ വാക്യത്തിൽ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂൽ ആയിരുന്നു എന്നല്ല, റസൂലാണ്. ആ നേതാവ് ഒരു പ്രമാണമായി സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പോയി കളഞ്ഞിട്ടില്ല, പോയിട്ട് ഇപ്പോഴും അവിടുത്തെ സന്ദേശം തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ആ മുറുകെ പിടിക്കുന്ന നിലപാടുകളുടെ പാക്കേജ് തുറന്നു നോക്കിയാൽ ആ പാക്കേജിന്റെ ഉള്ളിൽ മുത്ത് നബി അവിടെ തിളങ്ങി നിൽക്കുകയാണ്. ആ നബി കൊണ്ടുവന്ന ഒരു വലിയ സന്ദേശമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിസ്കാരത്തിന്റെ ആ പാക്കേജിന്റെ ഉള്ളിൽ അവിടുന്ന് ഉണ്ട്. അത്തഹിയ്യാത്തുവിൽ ആ തിരുദൂതർ സജീവമായി നമ്മോടൊപ്പം നിൽക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത്തഹിയ്യാത്തുവിൽ സലാം പറയുമ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയുന്നു എന്ന് നാം കരുതുമ്പോൾ ആ മദീനയിൽ വിശ്രമിക്കുന്ന അവിടുന്ന് സലാം മടക്കുന്നു. മാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വയറുദ്ദുല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. ഒരു സലാം നിസ്കാരത്തിന്റെ ഉള്ളിൽ നാം പറഞ്ഞാൽ ആ സലാം റൗളയിൽ നിന്ന് അവിടുന്ന് മടക്കുകയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ഉള്ളിൽ ആ നബി ഓരോ നിസ്കാരത്തിന്റെയും ഉള്ളിൽ ഉണ്ട്, തീർന്നില്ല. അല്ലാഹുമ്മ
صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم ആ തിരുദൂതരുടെ വലിയുപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വലിയുപ്പയുടെ പേരാണ് മുത്തുനബിക്ക് മകൻ ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് ഇട്ട പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരിയത്തുൽ ഖിബ്തിയയിൽ ഉണ്ടായ കുട്ടിക്ക് ആ നബി പേരിട്ടു, വലിയുപ്പയുടെ പേരിട്ടു ഇബ്രാഹിം എന്ന്. ബാപ്പയുടെ പേര് മറ്റേ കുട്ടിക്കിട്ടു അബ്ദുല്ലാഹ്, വലിയാപ്പയുടെ പേര് വേറൊരു കുട്ടിക്കിട്ടു ഇബ്രാഹിം. ആ വലിയുപ്പയുടെ പേര് നിസ്കാരത്തിന്റെ ഉള്ളിൽ പാക്കേജിൽ അള്ളാഹു ഉൾപ്പെടുത്തി. കണ്ടോ, സാധാരണ ആളാണോ ഇത്? സുബ്ഹാനല്ലാഹ്. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. സൂറത്തുൽ അംഫാൽ. എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇസ്തജീബു ലില്ലാഹ്, നിങ്ങൾ അല്ലാഹു തആല വിളിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്ത് അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊള്ളണം. നിസ്കാരം നിങ്ങൾ ഖളാ ആക്കരുത്, നിങ്ങൾ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തആല പറഞ്ഞതൊക്കെ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം. നന്നാവാനുള്ള കുറുക്ക് വഴി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇമാം ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. അവനോട് പറഞ്ഞത്, നീ ബാങ്ക് കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്താൽ നീ നന്നായിക്കൊള്ളും. നിസ്കാരത്തിന്റെയും മുമ്പ് ബാങ്കിനെ പോലും ബഹുമാനിക്കുന്ന, നിസ്കാരത്തിന്റെ ഭാഗമായ ബാങ്കിനെ ബഹുമാനിക്കുന്ന ആദർശമാണ് ഇസ്തിജാബത്തുല്ലാഹ് വലിർ റസൂൽ. കണ്ടാ, നിങ്ങൾ മുത്തുനബി വിളിച്ചാൽ ഉത്തരം ചെയ്യണം. ഈ ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ട് അതിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ നിന്ന് ഒരാളെ നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നബി നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ആ നബിക്ക് ഉത്തരം ചെയ്യണം. നിങ്ങളെ ഉമ്മയോ ബാപ്പയോ, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ ഉമ്മയോ ബാപ്പയോ വിളിച്ചാൽ നിങ്ങൾ അതെ ഞാൻ വരാം, അങ്ങനെ ആ ബാപ്പക്ക് ഉത്തരം ചെയ്താൽ നിസ്കാരം ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിങ്ങളെ വിളിക്കുന്നത് എങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആ മുത്തുനബിക്ക് മറുപടി കൊടുത്താൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കിതാബു തഫാസീറിൽ സൂറത്തുൽ അംഫാലിലെ ഈ ആയത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, വെള്ളിയാഴ്ചത്തെ ഖുതുബ അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കുന്ന ഖുതുബ, അതാണല്ലോ സഹീഹായ ഖുതുബ. ആ ഖുതുബയിൽ അൽഹംദുലില്ലാഹ്, അത് ഖുതുബയുടെ ഫർളാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ്. സ്വലാത്ത് നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു. കാരണം നിസ്കാരമാകട്ടെ ഖുതുബയാകട്ടെ, ആ നിസ്കാരത്തിലും ഖുതുബയിലും ബാങ്കിലും ലബ്ബൈക എന്ന് പറയുന്ന തൽബിയത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാക്കേജിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഖുർആൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖുർആൻ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ വിട്ടുകൊണ്ട് ഒരു ഇസ്ലാം ഇല്ല. ആ തിരുദൂതരെ ഉപേക്ഷിച്ചുകൊണ്ട് ഈമാൻ ഇല്ല. വലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في صدورهم حرجا مما قضيت ويسلموا تسليما. سورة النساء. فلا وربك لا يؤمنون, ഒരാളും മുഅ്മിനാവുകയില്ല ഹത്താ യുഹക്കിമൂക, ഓ നബിയെ അങ്ങയെ വിധികർത്താവായി അംഗീകരിക്കുന്നതുവരെ ഒരാളും ഈമാനുള്ള ആളായി മാറുകയില്ല. ഈമാൻ വേണമെങ്കിൽ ആ തിരുദൂതനെ വിധികർത്താവായി അംഗീകരിക്കണം. വേറെ ഏതെങ്കിലും ഒരു ഖാദിയോട് ഒരാൾ പറഞ്ഞു എനിക്ക് മനസ്സില്ല, ആ മനസ്സില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല.
എന്നാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയോ അവിടുത്തെ വിധിയെ എതിർക്കുകയോ ചെയ്താൽ അവൻ മുഅ്മിൻ ആവുകയില്ല എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിന്റെ പ്രാധാന്യം? അവിടുത്തെ വായിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് വരുന്നുവെങ്കിൽ ആ വാക്ക് പ്രമാണമാകുന്നു. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ. വന്നജ്മി എന്ന് പറയുന്ന ആ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാം വമാ യൻതിഖു അനിൽ ഹവാ. സാധാരണ മനുഷ്യൻ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അവിടുത്തേക്ക് അതുണ്ടാവുകയില്ല. നിസ്കാരത്തിൽ ഒരിക്കൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുൻപ് സലാം വീട്ടിയ ഒരു സംഭവം കാണാം. ദുൽയദൈനിയുടെ പ്രശസ്തമായ ഹദീസ്. ആ ഹദീസിൽ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് സലാം വീട്ടി. അപ്പോൾ ആ നിസ്കാരം സലാം വീട്ടിയ ഉടനെ ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഖുസിറത്തി സ്വലാത്തു അം നസീത യാ റസൂലല്ലാഹ്. നിസ്കാരം ചുരുക്കിയതാണോ അല്ല മറന്നതാണോ? പൂർത്തിയായിട്ടില്ലല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി റക്അത്തുകൾ പൂർത്തിയാക്കി സഹുവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടി. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചു. ഫത്ഹുൽ ബാരിയിൽ കാണാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്? മറവി. ആ മറവി സംഭവിച്ചതിന്റെ ന്യായം സുബ്ഹാനല്ലാഹ്. ഞാനൊരിക്കൽ എന്റെ നാട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് 3 റക്അത്തുള്ള നിസ്കാരത്തിൽ 1 റക്അത്തിന് മുമ്പ് സലാം വീട്ടിപ്പോയി. സലാം വീട്ടിട്ടില്ല, വീട്ടാൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് പിന്നിൽ നിന്ന് ചെറിയ ചില ഹർക്കത്തുകളൊക്കെ അങ്ങനെ ഉണ്ടായി. അങ്ങനെ നിസ്കാരം റെഡിയായി. സലാം വീട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, റബ്ബേ, മറവി സംഭവിക്കാൻ സാധ്യതയുള്ള സാധാരണക്കാരായ ഖതീബുമാരും ഖാദിമാരും ഉസ്താദുമാരും മഹല്ലുകളിൽ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വല്ല മറവിയും സംഭവിച്ചു പോയാൽ അവരെ ഒരുപക്ഷെ നാട്ടിലുള്ള ആളുകൾ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെയാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾക്ക് വല്ല മറവിയും സംഭവിച്ചാൽ നിങ്ങളെ മറ്റുള്ളവർ കുറ്റം പറയാത്ത ഒരവസ്ഥ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിസ്കാരം പൂർത്തിയാകാതെ സലാം വീട്ടാനുള്ള കാരണം മശ്റൂഇയ്യത്തിന് വേണ്ടിയാണ്. സഹുവിന്റെ സുജൂദ് എന്ന ഒരു പരിപാടി ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമല്ല, ഈ ഉമ്മത്തിൽപ്പെട്ട അഇമ്മത്തിനോടുള്ള റഅഫത്തും മഹബ്ബത്തുമാണ് അതിന്റെ പിന്നിൽ ഉള്ളത് എന്ന് നാം വായിക്കുമ്പോൾ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുത്തെ വാക്ക് സാധാരണ വാക്കല്ല. എത്ര ബഹുമാനിച്ചാലും അത് അധികരിച്ചു പോവുകയില്ല. അത്രയും ബഹുമാനിക്കാൻ മാത്രമുള്ള നേതാവാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാക്കുകൾ പ്രമാണമാണ്. ആ സുന്നത്തുകളെ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ മനുഷ്യൻ ഒരിക്കലും വിജയിക്കുകയില്ല. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്ന് ഒരു വിഷയം ചോദിച്ചപ്പോൾ, ഒരു ഹദീസ് പറഞ്ഞപ്പോൾ ആ വന്ന ആൾ പറഞ്ഞു, ഇതിന് ഖുർആൻ തെളിവൊന്നും പറയാനില്ലേ? ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നു, ഓ മനുഷ്യ, നീ ഹമുഖാണ്. നീയല്ല, നിന്നെ പോലെ ഈ ചോദ്യം ചോദിക്കുന്നവൻ ഹമുഖാണ്. സുന്നത്തുകൾ ഹദീസുകൾ വേണ്ട എന്നും ഖുർആനിൽ ആയത്ത് തന്നെ വേണമെന്നും പറയുന്നവൻ വിഡ്ഢിയാണ്. കാരണം വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, അവിടുന്ന് എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെയാണ് എല്ലാം ആ നബിക്ക് അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുത്ത് അയച്ചതാണ്. കുറെ ലഘുലേഖ അടിച്ച് പ്രസ്സിൽ നിന്ന് കൊണ്ടുവന്ന് ആ സദസ്സിലുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ, പേരെന്താണ്? പേര് അബ്ദുസ്സലാം എന്നാണ്. ഈ ലഘുലേഖ എല്ലാവർക്കും വിതരണം ചെയ്യും. ആ സാധു ആ ലഘുലേഖ അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഒരാള് ചോദിച്ചു, ഇതില് മൂന്നാമത്തെ വരി എന്താണ്? ഇയാളെ മറുപടി, പ്രസ്ന്ന് കൊണ്ടുവന്ന ഉടനെ കിട്ടിയതായതുകൊണ്ട് ഞാനത് വായിച്ചു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ഈ മനുഷ്യനെ പോലെ ആണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അല്ലാഹു യജഅലു റിസാലതഹു ഹൈസു യശാ. അല്ലാഹ് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ആളല്ലേ ഇത്. എന്താണ് ആ നബിയുടെ ബഹുമാനം? സുബ്ഹാനല്ലാഹ്. മഴയില്ലാതെ വന്നാൽ ആ കൈത്തണ്ടയിൽ കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് ആ കഅബയുടെ ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മഴ ലഭിക്കുകയാണ്. ഇത്ര ബഹുമാനത്തോടുകൂടി അല്ലാഹു തആല പരിരക്ഷിച്ചു കൊണ്ടുവന്ന ആ ലീഡർ, ആ നേതാവ്, ആ നേതാവിന്റെ പക്കൽ നിന്ന് അബദ്ധങ്ങൾ വരില്ല. ആ നേതാവിന്റെ ജീവിതം പൂർണ്ണമായി മാതൃകയാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് ഈ കേരളീയ സമൂഹം ഒരു കാലഘട്ടത്തിൽ നൽകിയിരുന്ന വലിയ അംഗീകാരവും ബഹുമാനവും അത് ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഖുർആനിനെയും ഖുർആനിനെ പോലെ സുന്നത്തിനെയും ബഹുമാനത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു സമൂഹമായി പുതിയ തലമുറയെ നിലനിർത്താൻ കഴിയണമെങ്കിൽ നല്ല അധ്വാനം ആവശ്യമാണ്. ആ അധ്വാനത്തിന് ആവശ്യമായ സേവനങ്ങളും സെർച്ചുകൾ മാത്രം പോരാ, റീസെർച്ചുകൾ വേണം. തെരയലാണ് സെർച്ച്, റീസെർച്ച് തെരയലല്ല. തെരഞ്ഞ പിന്നെയും തെരയലാണ്, വീണ്ടും വീണ്ടും തിരയലാണ്. അങ്ങനെ തിരയുമ്പോൾ എത്രയാണ് തിരയേണ്ടത്? ഞാൻ ഈ സമയത്ത് ആലോചിച്ചു പോവുകയാണ്. നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർ എത്ര വലിയ ഭാഗ്യമുള്ളവർ. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അവരോടുള്ള ആ വിധേയത്വം, കമ്മിറ്റ്മെന്റ് അല്ലാഹു നമ്മളെ ഖൽബിൽ കൂട്ടി വർദ്ധിപ്പിച്ചു തരട്ടെ. ആ മഹാന്മാരായ ആളുകൾ ഉന്നതമായ അറിവ് നേടാൻ വേണ്ടി ഈ കേരളക്കരയിൽ നിന്ന് പോകാറുണ്ടായിരുന്നത് വലിയൊരു ബാക്കിയാത്തിലാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ തന്നെ ഉയർന്ന അറിവുകൾ നേടാനുള്ള സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായാലും ഒരു വലിയ ബഹറാണ് സുന്നത്ത് എന്നത്. വലിയൊരു ബഹറാണ്. ആ വലിയ ബഹറിൽ നിന്ന് തപ്പിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആഴമേറിയ പഠനങ്ങളും ചിന്തകളും വേണം. കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മിസ്റിലേക്ക് പോയത്. ഒരു മാസം സഞ്ചരിച്ചുകൊണ്ട് മിസ്റിലേക്ക് പോയി ഹദീസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു മാസം യാത്ര ചെയ്യുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ട് ഒരു സഹാബി. ആ സഹാബിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നപ്പോൾ അവിടെ ഒരു കറുത്ത പയ്യൻ ആ വാതിൽക്കൽ ഉണ്ടായിരുന്നു. ആ വാതിൽക്കല്ലുള്ള പാറാവുകാരൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരികയാണ്? ഞാൻ വരുന്നത് മദീനയിൽ നിന്നാണ്. എന്താണ് ആവശ്യം? എനിക്കിവിടെയുള്ള ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ആ ഉസ്താദ് വാതിൽ തുറന്നു കൊടുത്തു. വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയാണ് ഒരു മാസം സഞ്ചരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു മാസം സഞ്ചരിച്ച ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയാണ്. ഇമാം ബുഖാരിയുടെ ശർഹ് ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചത് കാണാം. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഉറാത്തൻ ഹുഫാത്തൻ ഗുർല എന്ന ഹദീസ്. ആ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, അനൽ മലിക്കുദ്ദയ്യാൻ,
അല്ലാഹു തആല പരലോകത്ത് വെച്ച് പറയും മനൽ മലിക്കുദ്ദയ്യാൻ, ഞാനാണ് രാജാവ്, ഞാനാണ് ഇവിടെ നീതി നടപ്പിലാക്കുന്നവൻ, ഞാനാണ് ഇന്ന് നിങ്ങൾക്ക് നീതി പൂർത്തിയാക്കി തരികയാണ്. കൊമ്പില്ലാത്ത മൃഗത്തെ കൊമ്പുള്ള മൃഗം കുത്തി വേദനിപ്പിച്ചതിന്റെ പകരം നൽകുന്നത് ഈ ദിവസത്തിലാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹക്ക് മറ്റൊരു മനുഷ്യന്റെ കയ്യിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാതെ സ്വർഗക്കാരന് സ്വർഗത്തിലോ നരകക്കാരന് നരകത്തിലോ പോകാൻ അനുവാദം കൊടുക്കുകയില്ല എന്ന ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അതാ അവിടെ വെച്ച് ആ ഹദീസ് ലഭിക്കുകയാണ്. ഒറ്റ മാസമാണ് ഹദീസ് കിട്ടാൻ വേണ്ടി യാത്ര ചെയ്തത് എങ്കിൽ ദാറുൽ ഹദീസിന്റെ റിസർച്ച് വിദ്യാർത്ഥികൾ സേവനത്തിന്റെ വഴിയിലാണുള്ളത്. ദാറുൽ ഹദീസിന്റെ ആ റിസർച്ചിലേക്ക് സഹായിക്കുന്ന നല്ലവരായ ജനങ്ങൾ ആ വലിയ ദൗത്യത്തെയാണ് അവർ പിന്താങ്ങുന്നത്. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വലിയ സംരംഭത്തിന്, ഈ അക്കാദമിക്ക്, ഈ സെമിനാറിന് എല്ലാ വിജയങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം നീണ്ടുപോയെങ്കിൽ നീണ്ടുപോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയും കുറെ പറയേണ്ടതുണ്ട് എന്നാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുള്ള ഉസ്താദ് അവർകൾ, ഇബ്നു സുലൈമാൻ ഉസ്താദ്, അദ്ദേഹത്തിന്റെ പ്രൗഢമായ ക്ലാസ് ഇവിടെ നടക്കും. ഈ കാണുന്ന മുഖങ്ങളെല്ലാം ധാരാളം ആലിമീങ്ങളുള്ള മുഖമാണ്. ആലിമീങ്ങളെ വല്ലാതെ മഹബത്ത് വെക്കുന്ന ഉമറാവിന്റെ മജ്ലിസാണ്, മുഅ്മിനീങ്ങളുടെ മജ്ലിസാണ്. യാ ഹയ്യു യാ ഖയ്യൂം, ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകാരമുള്ള മജ്ലിസായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ എന്ന ദുആയോടുകൂടി ഞാൻ ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഇതിന്റെ ഔപചാരികത നിർവഹിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.